കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ജനുവരി 7 മുതൽ 9 വരെ. ഇന്ത്യയുടെ ഏകദിന T20 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലി. സംസ്ഥാന വനം പരിസ്ഥിതി വകുപ്പിന്റെ വനമിത്ര പുരസ്കാരത്തിന് അർഹനായത് ജി രാധാകൃഷ്ണൻ. ഐലൻഡ് ടൂറിസം ഫെസ്റ്റിവൽ 2017 വേദിയായത് പോർട്ട് ബ്ലെയർ. ചെന്നൈ, അഹമ്മദാബാദ്, വാരണാസി നഗരങ്ങളെ സ്മാർട്ട് സിറ്റി ആക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ജപ്പാൻ. ലോകത്തിൽ ആദ്യത്തെ വയർലെസ് ചാർജിംഗ് ലാപ്ടോപ്പ് ലാറ്റിറ്റ്യൂഡ് 7285 ഡെൽ. സൗരയൂഥത്തിന്റെ ആദ്യകാല രൂപം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ ആരംഭിക്കുന്ന പര്യവേഷണ പദ്ധതികൾ ദ ലൂസി മിഷൻ 2021, സൈറ്റ് മിഷൻ 2023. അടുത്തിടെ യോഗ ഫോർ ഡയബറ്റിസ് അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ന്യൂഡൽഹി. അടുത്തിടെ റിസർവ് ബാങ്ക് 100 കോടിയുടെ 100 രൂപ നോട്ടുകൾ നൽകാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ. നിരാലംബരായ സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. അടുത്തിടെ ചൈനയിൽ സർവീസ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബുള്ളറ്റ് ട്രെയിൻ ഷാങ്ഗ്രി ലാ ഓഫ് ദ വേൾഡ്. 16ാമത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ FSDCയുടെ സമ്മേളനത്തിന് വേദിയായ നഗരം ന്യൂഡൽഹി. ഫേസ്ബുക്ക് മെസഞ്ചറിലൂടെ ഓൺലൈനായി പണമിടപാട് നടത്താൻ ഓൺ ചാറ്റ് എന്ന സർവീസ് ആരംഭിച്ച ബാങ്ക് HDFC. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സോളാർ ടവർ നിർമ്മിക്കുന്ന രാജ്യം ഇസ്രായേൽ. 4ാമത് യാഷ് ചോപ്ര മെമ്മോറിയൽ അവാർഡിന് അർഹനായ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മണിപ്പൂരി ചിത്രകാരൻ ഗംഗ മുമേയ് കമേയ്. അടുത്തിടെ ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരത്തിന് അർഹയായത് ലതാ മങ്കേഷ്കർ. ഇന്ത്യൻ കായിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പുതിയ കായിക പരിഷ്കാരങ്ങൾക്കും വേണ്ടി നിയമിച്ച കമ്മിറ്റി തലവൻ ഇൻജെടി ശ്രീനിവാസ്. റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഗുഡ് സമാരിറ്റൻ പോളിസി. അടുത്തിടെ അന്തരിച്ച പോർച്ചുഗൽ മുൻ പ്രസിഡന്റ് മരിയോ സോറസ്. 2017 ബ്രിസ്ബെയിൻ ഇന്റർനാഷണൽ ടെന്നീസ് കിരീടം നേടിയ വനിതാ ഡബിൾസ് സഖ്യം സാനിയ മിർസ, ബെഥാനി മാറ്റേക്ക്. 2017 ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്, റണ്ണറപ്പ് ആൻഡി മുറെ. 2017 ഹോപ്പ്മാൻ കപ്പ് ടെന്നീസ് കിരീട ജേതാക്കൾ ഫ്രാൻസ്. അടുത്തിടെ കാർഷികം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം പോർച്ചുഗൽ. ലോകത്തിൽ ആദ്യമായി FM റേഡിയോ സർവീസ് നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം നോർവേ. സംസ്ഥാനത്ത് നിന്നും നൊബേൽ പുരസ്കാരം നേടുന്ന വ്യക്തിക്ക് 100 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശ്. ഘാനയുടെ പുതിയ പ്രസിഡന്റ് നാന അക്കൂഫോ അഡ്ഡോ. നാസയുടെ ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ജീനെറ്റ് എപ്സ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആൾട്ടിറ്റ്യൂഡ് ഗ്രാവിറ്റേഷണൽ വേവ് ടെലസ്കോപ്പ് നിർമ്മിക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് സമീപത്തായി ടിബറ്റിൽ ആണ് ടെലസ്കോപ്പ് നിർമ്മിക്കുന്നത്. 2017 ടെക്നിക്കൽ അച്ചീവ്മെന്റിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ അമേരിക്കൻ പരാഗ് ഹവൽദാർ. സൗദി അറേബ്യയുടെ ഇസ്ലാമിക് ആന്റി ടെറർ അലയൻസിന്റെ പുതിയ തലവൻ
റഹീൽ ഷെരീഫ്. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ആയി നിയമിതനാവുന്നത് ഡാൻ കോട്സ്. 14ാമത് മുംബൈ മാരത്തോണിന്റെ ഇന്റർനാഷണൽ ഇവന്റ് അംബാസിഡറായി തിരഞ്ഞെടുത്ത ഒളിമ്പിക് ചാമ്പ്യൻ ഡേവിഡ് റുഡീഷ, കെനിയ. അമേരിക്കയിലെ കൗമാരക്കാരുടെ വിദ്യാഭ്യാസ അവസരങ്ങൾക്കായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഇന്ത്യൻ അമേരിക്കൻ ശ്വേത പ്രഭാകർ. അടുത്തിടെ അന്തരിച്ച ഇറാൻ മുൻ പ്രസിഡന്റ് അക്ബർ ഹാഷമി റഫ്സാൻജാനി. 2017 ചെന്നൈ ഓപ്പൺ ടെന്നീസ് ജേതാവ് റോബർട്ടോ ബൗട്ടിസ്റ്റ, സ്പെയിൻ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.